തുടങ്ങുകയാണ്. ഔദു ബിഡിങ്കനാഹി മിനൽ ലുട്ടാബി റജീം ബിസ്മിൽ ദിങ്കനാഹി റഹ്മാനിർ റഹീം. ബോളുണ്ടാ ഒന്നെന്തിനു തൊടാൻ ബോളുവാണോ? അലർജിയുടെ ബുക്കൊന്നുമില്ല ആണോ? ശരി, അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരു അരമണിക്കൂർ ഇത് തൊട്ട സ്ഥിതിക്ക് ഇനി പോയി കുളിക്കണോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇമാതിരി സാധനങ്ങളൊക്കെ ഉള്ള കിതാബ് തൊട്ട് കഴിഞ്ഞാലാണ് കുളിക്കേണ്ടത്. ആർപിക്ക് ഹുസൈനെ വിമർശിക്കാൻ തയ്യാറാവാത്തത് എന്താണ് എന്നുള്ളതാണ്. ഈ സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ പുതിയ ആളാണോ എന്താണെന്നറിയില്ല. പക്ഷെ മറ്റുള്ള ആളുകളെ കുറിച്ചിട്ട് എനിക്കറിയില്ല. എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞുതരാം. ഞാൻ വിമർശിച്ചതിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ പറയപ്പെട്ട ഈ ലുട്ടാപ്പിനെയാണ്, ആരിഫിനെ. ഇനിയിപ്പോൾ ആരിഫിൻ്റെ വിഷയത്തിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും വിമർശിക്കണമെങ്കിൽ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും കിട്ടണം. കാരണം അത്രത്തോളം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം അതിൻ്റെയൊക്കെ ഒരു അവസാനത്തെ ഒരു ഘടകമായിട്ട് പറയാനുള്ളത് ഈ നായിക്കാട്ടുണ്ടല്ലോ, കാഷ്ടം, അത് കഴുകിയാൽ വൃത്തിയാകുമോ? എന്തെങ്കിലും മറുപടി ഇല്ല എന്നാണെങ്കിൽ ആ സാധനമാണ് ഈ പറയപ്പെട്ട സാധനം. എന്താ കാരണം? ഈ ആരിഫ് ലുട്ടാപ്പി എന്ന് പറയപ്പെട്ട ആൾ ഒരു ഡോക്ടറാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഈ ചങ്ങാതിക്ക് ഡോക്ടറായിട്ട് സേവനം ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ബുദ്ധിയില്ലാത്തതുകൊണ്ട്, വിവരമില്ലാത്തതുകൊണ്ട്, വിവരം കെട്ടവനായതുകൊണ്ട്. സമൂഹത്തിൽ വിലയുണ്ടോ? എന്തെങ്കിലും നിലയും വിലയുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? മേൽ പറയപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. ബുദ്ധി, വിവരം, ആത്മാഭിമാനം, അന്തസ്സ്, കുടുംബമഹിമ, ഇതൊക്കെ ഒരു മനുഷ്യത്വമുള്ള ഒരാൾക്കല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു നിലയും വരിയില്ല. ജനങ്ങളുടെ മുമ്പിലോ എന്തെങ്കിലും ഒരു പ്രശസ്തിയോ സ്വന്തം കുടുംബത്തിൽ 10 പൈസൻ്റെ ഉപകാരമില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ പറയപ്പെട്ട ആൾ. ഒക്കെ പോട്ടെ, എത്ര ദുഷ്ടനാണെങ്കിലും എത്ര മനസാക്ഷി ഇല്ലാത്തവനാണെങ്കിലും ഒരു ചെറിയൊരു മനസാക്ഷി കുത്തൊക്കെ ഉണ്ടാവുമല്ലോ. പെറ്റു വീണ ഭൂമിയിലേക്ക് സ്വന്തം മാതാവിൻ്റെ ഉദരത്തിൽ 10 മാസം കിടന്ന നൊന്തു പ്രസവിച്ച ആ മാതാവിനോട് ഒരു ദയ കാണിക്കാൻ മനസ്സ് കാണിക്കാത്ത, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ലോകം കണ്ട ഏറ്റവും പരമവിഡ്ഢികളിൽ തെമ്മാടിത്തരത്തിൽ ഏറ്റവും നമ്പർ 1 വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ഏക പറയാനുള്ള പേര് നിങ്ങൾ ഈ പറയപ്പെട്ട ആളാണ്, ആരിഫ് ഹുസൈൻ എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ സാധനത്തിനെ കുറിച്ചിട്ട് ഇനി ഒന്നും പറയാനൊന്നുമില്ല. കാരണം അത് നായിക്കട്ടാണ്, അത് കഴിക്കാൻ വൃത്തിയാവില്ല. എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപാലകരോടാണ്. പോലീസ് ഓഫീസർമാർ, ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ ഈ 102 സീറ്റുകൾ തിരഞ്ഞെടുത്ത MLA മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, ഓരോടെ ചോദിക്കാന്നുള്ളത്, നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണോ? നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ടോ? മതമുള്ളവനിക്കും ഏത് മതം സ്വീകരിക്കാനും മതം ഇല്ലാതെ ജീവിക്കാനും ഏത് മതമായാലും അതിൻ്റെ വിശ്വാസങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ഉണ്ട് എന്നാണെങ്കിൽ ആ മതത്തെ ലോകത്ത് കോടാനുകോടി വിശ്വാസികൾ വരുന്ന ഇസ്ലാം മതം, ആ മതത്തെ മുസ്ലിം സമുദായം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അത് ആരിഫിൻ്റെ ഈ പറയപ്പെട്ട ആരിഫ് ഓൻ്റെ അന്തസ്സിനാൻ പറഞ്ഞാണല്ലോ. ഓൻ്റെ നായി നക്കിയ തലച്ചോറും കൊണ്ട് ചിന്തിച്ചാൽ വേറെയും ഒരുപാട് സംഗതികളുണ്ടാവും, കാണാൻ കഴിയും. അത് ഓൻ്റെ സ്വാതന്ത്ര്യമാണ്, അപ്പോൾ കണ്ടോട്ടെ. പക്ഷെ ആ വ്യക്തിയെ വളരെ മോശമായിട്ട്, മ്ലേച്ഛമായിട്ട്, അനാവശ്യങ്ങൾ പറഞ്ഞ്, തെണ്ടിത്തരങ്ങൾ പറഞ്ഞ്, തെമ്മാടിത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഈ നിയമപാലകർ എന്ത് ചെയ്യണം? പറയണം. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം ഒരു മതം വിട്ടവനിക്ക് മതം വിടുക, പിന്നെ അവൻ്റെ കാര്യം നോക്കി ജീവിക്കുക എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? ആ മതം വിട്ട ആ മതത്തെ അനാവശ്യങ്ങൾ പറഞ്ഞ്, പച്ച കള്ളങ്ങൾ പറഞ്ഞ്, തോന്നിയവാസങ്ങൾ പറഞ്ഞ്, തെണ്ടിത്തരങ്ങൾ പറഞ്ഞ് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിച്ച് തോന്നിയവാസങ്ങൾ പറഞ്ഞ് നടക്കുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എനിക്ക് പറയാനുള്ളത്, ഇവനെതിരെ ഒരു നിയമ നടപടികളും സ്വീകരിക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിന് കഴിയുന്നില്ല എന്നാണെങ്കിൽ ആ കഴിയാത്ത നിയമം കൊണ്ട് എന്ത് ചെയ്യരുത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരും കേരള ജനങ്ങളിലേക്ക് ഒരു വിഷയവുമായിട്ടും വരാൻ പാടില്ല. അതതിൻ്റെ നീതി. ചർച്ചകൾ, സംവാദങ്ങൾ അത് മാന്യമായ രീതിയിൽ സൗമ്യമായിട്ട്
അത് നടത്താനും ഒരു വ്യക്തിയുടെ വിശ്വാസം, ആ മതം അത് പ്രചരിപ്പിക്കാനും അത് വേറൊരു വ്യക്തിക്ക് ഉൾക്കൊള്ളാനും ഉൾക്കൊള്ളാതിരിക്കാനും മതമായിട്ട് ജീവിക്കാനും മതമില്ലാതെ ജീവിക്കാനും നമ്മുടെ രാജ്യത്ത് അവകാശമുണ്ട്. ആ അവകാശത്തെ ലംഘിക്കുന്ന, ജനാധിപത്യത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന, ഒരു മതത്തെ അവഗണിക്കുന്നതിൽ, അനാവശ്യം പറയുന്നതിൽ നിയമം തടസ്സമല്ല എന്നാണെങ്കിൽ ആ തടസ്സമില്ലാത്ത നിയമം എന്ത് ചെയ്യാൻ പാടില്ല, തിരിച്ച് ഒരു കാര്യത്തിലും വരാൻ പാടില്ല. ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഇസ്രയേൽ എന്ന നരബേജുകളുടെ വിഹിതം പറ്റി RSSനെ കൂട്ടുപിടിച്ചിട്ട് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ നിയമം തകർക്കുന്ന രീതിയിൽ ഈ മുന്നോട്ട് പോകുന്ന പോക്കുണ്ടല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ ആ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിയമവുമായിട്ട് ആ നിയമത്തിൻ്റെ വക്താക്കൾ എന്ത് ചെയ്യരുത്, കേരള ജനതയുടെ മുമ്പിലേക്ക് വരരുത്. ഇതൊരു താക്കീതാണ്.